പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. 40 വയസ്സിന് ശേഷം കണ്ണട വെക്കണോ എന്നുള്ളൊരു ഡൗട്ടായിട്ട് ഒരുപാട് പേഷ്യൻസ് ചോദിക്കാറുണ്ട്. എനിക്ക് ഇതൊരു 45 വയസ്സായിട്ട് പോരെ, അത്രയും പ്രായം തോന്നിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സ്ട്രെയിൻ എടുത്തിട്ട് തന്നെ കണ്ണട വെക്കാതെ ഒരുപാട് പേഷ്യൻസിനെ ഡെയിലി നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ കണ്ണിൻ്റെ ഒരു അസുഖമല്ല പ്രെസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്നുള്ളൊരു കണ്ടീഷൻ. എല്ലാവർക്കും ഒരു 40+ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്ന ഒരു കണ്ണിൻ്റെ ഒരു മസിൽസിൻ്റെ വീക്ക്നെസ് കൊണ്ട് വരുന്ന ഒരു അസുഖമാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കണ്ണട ഇല്ലാതെ ഗുളികയോ മറ്റൊരു ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നടക്കം ഒരുപാട് കസ്റ്റമേഴ്സ് പേഷ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് തിങ് പ്രോഗ്രസീവ് ലെൻസ് വയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള സ്ട്രെയിൻ കുറയ്ക്കുന്നു. നിങ്ങൾക്ക് രാത്രി വരുന്ന, അതായത് 6 o'clock കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രെയിൻ എടുത്ത് നിയർ വർക്ക് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് നേരം സിസ്റ്റം, മൊബൈൽ, റീഡിങ് പർപ്പസ് ഒക്കെ നമുക്ക് കണ്ണട അത്യാവശ്യമാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് പത്രം വായിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ അക്ഷരങ്ങളാണ്, അതിൻ്റെ ഫോണ്ട് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. അത് വായിക്കാൻ നമുക്ക് കണ്ണട അവിടെ മുതലേ സ്റ്റാർട്ട് ചെയ്യാം. അറ്റ് മോർണിംഗ് ഏജ് ഇപ്പം നമ്മുടെ ഫോൺ നോക്കുന്നതാണ് നമ്മളിപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ഇപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ പോലും ഇപ്പോഴും ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കും ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ട ഒരു കാര്യം കണ്ണട വെച്ചിട്ട് അവർക്ക് ആ ലെറ്റേഴ്സ് വളരെ സ്ട്രെയിൻ ഇല്ലാതെ വളരെ കംഫർട്ടാക്കി വായിക്കാൻ പറ്റുന്നൊരു രീതിയാണ് പ്രോഗ്രസീവ് ലെൻസ്. പണ്ട് നമുക്ക് വേറൊരു ടൈപ്പ് ചില്ലുണ്ട്, ഒരു കട്ടിങ് ഉള്ള ആ മാതിരി താഴെ കട്ടിങ് ഉള്ള ടൈപ്പ് ലെൻസ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ലെൻസുകൾ ഇപ്പോൾ വിപണിയിൽ ഇഷ്ടംപോലെ നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും നല്ലത്, അതായത് നമുക്ക് അങ്ങനത്തെ ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ വേറെയാണ്. അതിനെ സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ KBF ക്രിപ്റ്റോ ബൈഫോക്കൽ എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 38 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഓവർ സ്ട്രെയിൻ നിയർ വർക്കിൻ്റെ, അതായത് ഇപ്പോഴത്തെ കൂടുതലും സിസ്റ്റം കമ്പ്യൂട്ടർ വർക്ക് കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ ഈ 40 വയസ്സ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു വെള്ളെഴുത്തിൻ്റെ പ്രശ്നം 37-38 വയസ്സിൻ്റെ മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏർലി സ്റ്റേജിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. എന്നിട്ട് കണ്ണട വയ്ക്കാതെ ഒരു 40 വയസ്സ് കഴിഞ്ഞ് 42 വയസ്സ് കഴിഞ്ഞ് ഒരു 45 വയസ്സ് വരെ ഇവരെത്തിച്ചിട്ട് ഇനി കണ്ണടയിലേക്ക് പോവാം, ഇനി നമുക്ക് കണ്ണട ഇല്ലാണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ അതിനേക്കാളും നല്ലത്, അപ്പോഴേക്കും നിങ്ങൾക്ക് ഐ സ്ട്രെയിൻ വന്നിട്ടുണ്ടാവും. നമ്മൾ അറിയാതെ തന്നെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളത് അറിയാതെ തന്നെ നമ്മൾ ടാലി ചെയ്ത് പോകും. കൂടുതലും പേര് കണ്ടിട്ടുണ്ടാവും ഇത്രയും അകലത്തുനിന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നത്. ചിലർ നമ്മൾ ഇരുന്നിട്ട് ന്യൂസ് പേപ്പർ താഴേക്ക് ഇട്ടിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്, അടുത്ത് പിടിച്ച് നോക്കുന്നത് കണ്ടിട്ട്. ഇതെല്ലാം ഈ സിറ്റുവേഷൻസ് എല്ലാം അവർക്ക് കാണാത്തത് കൊണ്ട് അവരുടെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. ചിലർ കണ്ണ് ഇങ്ങനെ ചെറുതാക്കി എക്സ്ക്യൂസ് ചെയ്ത് നോക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്തിനാണ് അത്രയും സ്ട്രെയിൻ എടുക്കേണ്ട കാര്യം? കണ്ണട വെച്ചാൽ കഴിഞ്ഞു. നമുക്ക് അത്രയും കംഫർട്ടായിട്ട് നമുക്കതിൽ റീഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, നമുക്ക് ഓവർ സ്ട്രെയിൻ വരില്ല. നമുക്ക് കണ്ണ് ഫെറ്റീഗ് ആയിട്ട്, അതായത് ക്ഷീണിച്ച പോലെ ഉണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ ഡ്രൈ ഐസ് പോലെ വരത്തില്ല. കണ്ണിനുള്ള ഓവർ സ്ട്രെയിൻ നമ്മൾ ഒരു 95-100% കുറയ്ക്കാൻ പറ്റുന്നതാണ് കാര്യം.